ഹലോ, അസ്സാം വലൈക്കും. ഇന്നൊരു ഈദ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. കൂടുതലായിട്ട് പർച്ചേസിങ് ഒന്നുമില്ല, ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ. ആദ്യം തന്നെ സൂഹിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇന്നോളെ ഉപ്പപ്പാൻ്റെ വകയാണ് ഈ ബലി പെരുന്നാളിൻ്റെ ഡ്രസ്സ് പറഞ്ഞിട്ട് ഉപ്പപ്പാനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ ഒരു ഭാഗ്യങ്ങളെ, ഞമ്മക്കൊന്നും ഇങ്ങനെ ആരുമില്ല എടുത്ത് തരാൻ. ഇപ്പം അഥവാ നമ്മൾ ആരോടെങ്കിലും ചോദിച്ചാലോ, കുട്ടിയായില്ലേ, എന്നിട്ടിപ്പോൾ ഞങ്ങൾ എടുത്തു തരണോ ഉണക്ക് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ആദ്യം തന്നെ ഇവിടെ ചുങ്കത്തില്ല, നമ്മൾ എടുത്തൊരു ഷോപ്പാണ്, ചുങ്കത്തില്ല KTSലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിലൊക്കെ ആയിരുന്നു. എന്നാലും സൂഹിക്ക് അവിടുന്ന് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ വേറെ വീഡിയോസ് ഒന്നും അവിടുന്ന് എടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സൂഹിക്ക് കുറേ ഡ്രസ്സൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം നമുക്ക് കിട്ടിയ ഡ്രസ്സ് എടുത്തിങ്ങനെ നമ്മൾ പുറപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ അജിക്ക വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അജിക്കാനെയും കൂട്ടി അജിക്കാനെയും കൂട്ടി സൂയിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സുറുമ ഫാൻസിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സൂഹിൻ്റെ തലയിൽ ഒരു തട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. വെയിൽ അമ്മാര് വെയിലായിരുന്നു. സൂഹിക്ക് അധികം ഫാൻസി ഐറ്റംസ് അധികം ഞങ്ങൾ എടുക്കാറില്ല. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ അധികം എടുക്കൽ. അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട്. നമുക്കാണെങ്കിലോ നല്ല അഫോർഡബിൾ റേറ്റിനുമാണ് നമുക്കെല്ലാം അത് ഇവിടുന്ന് കിട്ടാറുള്ളത്. അതുകൊണ്ട് നമ്മളധികം ഈ ഒരു കടയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. സൂഹിൻ്റെ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസാണ്. സത്യം പറയാലോ, ഇങ്ങനൊരു പർച്ചേസിന് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വന്നപ്പോൾ അത് അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് റിട്ടേൺ വിടേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും പർച്ചേസിന് തന്നെ ഇറങ്ങേണ്ടി വന്നതാണ്. അത്രയ്ക്ക് എനിക്ക് പർച്ചേസിന് ഇറങ്ങാന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല. ഞാൻ ആദ്യം തന്നെ സത്യം പറയാലോ, വീഡിയോയിൽ കാണിക്കാനുള്ളേറെ കടകളിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും പാടെ വീഡിയോ എടുക്കാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ചിരുന്നു. ഫസ്റ്റ് ബേസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കട ഉണ്ടല്ലോ, ഈ ഒരു കട ഫസ്റ്റ് ടൈമാട്ടോ കാണുന്നത്. എന്തായാലും അത്യാവശ്യം നന്നായിട്ടുള്ള കളക്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ പാർട്ടി വെയർ ആണെങ്കിൽ പോലും നല്ല അഫോർഡബിൾ റേറ്റിനാണ് ഇവരിവിടെ കൊടുക്കുന്നത്. മിനിഞ്ഞാന്നൊക്കെയാണ് ഈ ഒരു കടയുടെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളത്. സ്റ്റോക്കുകളൊക്കെ ഇനിയും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ വെറും ചുരിദാറുകൾ മാത്രമേ ഉള്ളൂ. ഇനി വെസ്റ്റേൺ ഡ്രസ്സുകളൊക്കെ വരുന്നുണ്ട് എന്നാണ് അവിടുത്തെ ഇത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല അടിപൊളി കളക്ഷൻസും ആണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ ആസ് യൂഷ്വൽ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മാത്രം പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അവസാനം കറങ്ങിത്തിരിഞ്ഞ് അവസാനം ഫാമിലിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഫാമിലിയിൽ അത്യാവശ്യം നന്നായിട്ട് തിരക്കും ഉണ്ടായിരുന്നു, കളക്ഷൻസും ഉണ്ട്. ബട്ട് നല്ല തിരക്കായിരുന്നു. നമ്മൾ തന്നെ എല്ലാം ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും പാടെ അവിടെ കസ്റ്റമേഴ്സിനെ എല്ലാവരും പാടെ സ്റ്റാഫുകൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നല്ല തിരക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എനിക്ക് അവിടുന്ന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ട്രയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ട്രയലിംഗ് റൂമൊക്കെ കയറാൻ തന്നെ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാനൊരു മൂഡപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം സാധനം എടുക്കാൻ പോരാ എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കുള്ള ഡ്രസ്സൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ കുൽക്കികൾ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ അവിടുന്ന് ഒരു ബൂസ്റ്റ് കുലുക്കിയും അതുപോലെ തന്നെ ഒരു മുന്തിരി സോഡയൊക്കെ കുടിച്ചിട്ടാണ് നമ്മളവിടുന്ന് പോകുന്നത്. സൂഹിനെ നമ്മൾ കൊടുന്നിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. സൂഹിനെ വീട്ടിലാക്കിയിട്ടായിരുന്നു നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. സൂഹിനൊക്കെ കൊടുന്നിക്കണമെങ്കിൽ നമ്മൾ പെട്ടുപോയിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതലായിട്ട് വീഡിയോ എടുക്കാനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കരമായിട്ട് തിരക്കായിരുന്നു എല്ലാ കടകളിലും. സോ അപ്പോൾ ഓക്കെ, ബൈ.